ബാക്കി അയാൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതിലൊന്നും എനിക്ക് യാതൊരു പേടിയില്ല. മോളെ അങ്ങനെ പറഞ്ഞോണ്ടായില്ല. അവരെപ്പോലുള്ളവരെ നമ്മൾ പേടിച്ചേ മതിയാവൂ. ഓ, ഇപ്പോഴെങ്കിലും ഇതൊന്ന് പറയാൻ തോന്നിയല്ലോ, ഭാഗ്യം. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്തത് ശരിയാണെന്ന് തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്. പൂർണിമേച്ചി ചെയ്തതാ ശരി. ഇവരെ പോലുള്ളവരൊക്കെ പേടിച്ച് ആളുകൾ പ്രതികരിക്കാത്തതുകൊണ്ടാ നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതെ, തെറ്റ് ചെയ്യുന്നത് എത്ര വലിയ സ്ഥാനത്തുള്ളവരായാലും അവർക്കെതിരെ ധൈര്യത്തോടെ തന്നെ പ്രതികരിക്കണം. നിനക്കൊക്കെ അങ്ങനെ പറയാം, ഇതിന്റെയൊക്കെ ബാക്കി അനുഭവിക്കേണ്ടി വരുന്നതേ ഞങ്ങളാ. ചേച്ചി, വീടും കുടുംബവും ഇല്ലാതെ വല്ലവരെയും ബുദ്ധിമുട്ടിച്ച് ജീവിക്കുന്നവർക്ക് എന്ത് പേടിക്കാൻ? ഇനി ഇതിന്റെ പേരിൽ ഒരു സംസാരം ഇവിടെ വേണ്ട. ഞാൻ കാരണം ഈ വീട്ടിൽ ആർക്കും ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ഒരു പേടി ഇവിടെ ആർക്കും വേണ്ട. ഇന്ദ്ര ടിവിയിൽ പൂർണിമയുള്ളിടത്തോളം സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ വന്നോണ്ടേയിരിക്കും. അതിനെ ഇനി ആരെതിർത്തിട്ടും കാര്യമില്ല. അതല്ല മോളെ, നിന്നെ കുറിച്ച് ഓർത്താ എനിക്ക് പേടി. ചെറിയച്ചൻ പേടിക്കണ്ട, നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആരെയും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ആ, സത്യം എന്നായാലും ജയിക്കും. സത്യമാണോ ഈ പറയുന്നേ? ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഈ സമയത്ത് എന്നെ ഇതൊക്കെ സംഭവിച്ചത് വലിയ കഷ്ടമായിപ്പോയി. ആ ശരി, ഞാനൊന്ന് നോക്കട്ടെ. പ്രകാശേട്ടാ, പ്രകാശേട്ടാ, പ്രകാശേട്ടാ. എന്താ പ്രേമേ, എന്താ പ്രശ്നം? സംഭവം സത്യം. മിനിസ്റ്റർ രാജിവെച്ചു. അയ്യോ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? മിനിസ്റ്റർ ഇടപെട്ടല്ലേ ആ സിയുടെ സ്ഥലമാറ്റമൊക്കെ തടഞ്ഞു വെച്ചത്. അതെ, അതിന്റെയൊക്കെ ആവും. എനിക്ക് ഓർക്കുമ്പോ തന്നെ എന്റെ നെഞ്ചിടിക്കോ. എന്റെ പ്രേമേ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും വെച്ചാ? നോക്കാം, ഒരു വഴി അടഞ്ഞാൽ വേറൊരു വഴി തുറക്കും. ആ ഇന്ദിര ടിവിയിലെ മന്ത്രിക്കെതിരെ വാർത്ത വന്നത്. അല്ല, എന്തിനാ ഇപ്പൊ രാജിവെച്ചത്? ഒരു വാർത്ത വന്നെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇപ്പൊ രാജിവെക്കോ? തെളിവുകളോടെയാ വാർത്ത വന്നിരിക്കുന്നത്. അന്ന് ആശുപത്രിയിൽ വിനോദിന്റെ കൂട്ടുകാർക്കൊപ്പം ഇന്ദിര ടിവിയുടെ ഓണർ പൂർണിമയെ നിൽക്കുന്നത് കണ്ടിരുന്നു. അപ്പൊ നീ പറയുന്നത് മന്ത്രി നമ്മുടെ കേസിൽ ഇടപെട്ടത് കൊണ്ടാണ് ഈ വാർത്ത വന്നതെന്നാണോ? അറിയില്ല, പക്ഷെ അതിന് സാധ്യത ഉള്ളതുപോലെ തോന്നുന്നു. എന്നാ പിന്നെ ടി വി ഒന്ന് വെച്ച് നോക്കാം. വാ. ഇന്ദ്ര ടി വി എഫക്ട്. മന്ത്രി ജേക്കബ് ജോൺ രാജിവെച്ചു. മേനോൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന മാഫിയ തലവനുമായുള്ള മന്ത്രിയുടെ ബന്ധം തെളിയിക്കുന്ന രേഖകൾ ഇന്ദ്ര ടി വി പുറത്തുവിട്ടു.